Hi friends, welcome back. iPhone 12 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 12 മാത്രമല്ല 12 സീരീസ് ആണ്. 12 മിനി, 12, 12 പ്രോ, 12 പ്രോ മാക്സ്. iPhone 11 സീരീസിന്റെ ഒരു അപ്ഗ്രേഡഡ് വെർഷൻ ആണ് എന്തായാലും iPhone 12 സീരീസ്. എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ, എത്രത്തോളം നല്ലതാണ്, അതോ എല്ലാ ഫോണുകളും നല്ലതാണോ, നല്ലൊരു വാല്യൂ ഫോർ മണി ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഒന്ന് വിലയിരുത്താം. നേരെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പോൾ iPhone 12 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 12 മാത്രമല്ല, ഈ പറഞ്ഞ 4 ഫോണുകളും ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്തായാലും iPhone 12 എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് മോഡലിനെ ഞാൻ പറയാം. അതിനുശേഷം അതിൽ നിന്ന് മറ്റുള്ള മോഡലുകൾക്ക് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഓരോ ഫോണിൻ്റെയും വ്യത്യാസങ്ങൾ എന്താണ്, ഫീച്ചേഴ്സ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. 12 എന്തായാലും ഒരു ആക്സെപ്റ്റബിൾ ആയ നല്ല ഡീസെന്റ് ഓപ്ഷൻ ആയിട്ടാണ് തോന്നിയത്. iPhone 12ന്റെ കാര്യം നോക്കിയാൽ 12 ഈ മൊത്തം സീരീസിലും ഒരു കോമൺ ആയിട്ട് ഇഷ്ടപ്പെട്ട, എനിക്ക് വളരെയധികം അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ ഘടകം എന്ന് പറയുന്നത് ഇത് 4ഉം ഒരുപോലെ 5G ഫോണുകളാണ്. ഈ 4ലും ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ്, ഒരേ പ്രോസസ്സറാണ്, നല്ല പവർഫുൾ 5G ഫുൾ HD+ ഡിസ്പ്ലേ. ഈ 11 ഒക്കെ എടുത്തപ്പോൾ 70,000 രൂപയ്ക്ക് നമുക്ക് LCD ഡിസ്പ്ലേയും HD ഡിസ്പ്ലേയും ഒക്കെയാണ് കിട്ടിയത്. സോ അതൊരു വലിയ ഡിസപ്പോയിന്റിംഗ് ആയിട്ട് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ബട്ട് പുതിയൊരു ഫോൺ iPhone 12 എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഫുൾ HDയും AMOLED ഒക്കെ കിട്ടുന്നുണ്ട്. സോ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയ ഘടകം തന്നെ. നമുക്ക് iPhone 12 വെച്ചുകൊണ്ട് ഇതിന്റെ കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് നോക്കാം. iPhone 12 വരുമ്പോൾ 6.1 ഇഞ്ച് വരുന്ന ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ്. നോച്ച് ഡിസൈൻ തന്നെയാണ്, നോച്ചിലൊന്നും വ്യത്യാസമില്ല. iPhone 11 പോലെ തന്നെ ഇവിടെയും നോച്ച് ഡിസൈൻ ആണ് വരുന്നത്. സോ അതിൽ ഡിഫറൻസ് ഇല്ല. പക്ഷേ ഡിസ്പ്ലേ ക്വാളിറ്റി തീർച്ചയായിട്ടും ഇത്തിരി വ്യത്യസ്തമായിട്ടുണ്ട്. അതിന്റെ കൃത്യമായിട്ട് പേര് അവർ കൊടുത്തിട്ടുണ്ട് XDR, അതായത് സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ എന്നാണ് അവർ പറയുന്നത്. ബേസിക്കലി ഫുൾ HD ഡിസ്പ്ലേ ആണ്, അത് AMOLED ഡിസ്പ്ലേയും കൂടിയാണ്. അപ്പോൾ എന്തായാലും ഓവറോൾ ഡിസ്പ്ലേ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഡിസൈൻ നോക്കിയാൽ ഈ ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഒരു സെറാമിക് ഷീൽഡ് എന്നാണ് അവർ പറയുന്നത്. അതായത് ഗ്ലാസ് എന്ന രീതിയിലല്ല പറയുന്നത്. അതിനേക്കാളൊക്കെ ഉപരി സാധാരണ ഇപ്പോൾ ഫോണുകളിൽ കണ്ടുവരുന്ന ഗ്ലാസിനെ അപേക്ഷിച്ച് 4 ഇരട്ടി സ്ട്രെങ്ത് കൂടിയ ഒരു ഡിസ്പ്ലേ ആണെന്നാണ് പറയുന്നത്. ബട്ട് ഡിസ്പ്ലേ എങ്ങനെയായാലും ഗ്ലാസ് തന്നെ താഴെ വീണ പൊട്ടില്ലേ എന്ന് ചിന്തിക്കുന്നവർക്ക് യൂട്യൂബിലൊക്കെ ഇതിന്റെ ഡ്രോപ്പ് ടെസ്റ്റ് ഒക്കെ നടത്തും ആരെങ്കിലുമൊക്കെ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം, ഇത് 4 ഇരട്ടി സ്ട്രോങ് ആണോ അതോ 4 ഇരട്ടി വേഗത്തിൽ പൊട്ടുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അപ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇവർ പറയുന്നത് 4 ഇരട്ടി സ്ട്രോങ് ആയ ഒരു സെറാമിക് ഷീൽഡ് പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ഗ്ലാസ് ആണെന്നാണ് പറയുന്നത്. നമുക്ക് കണ്ടു നോക്കാം. ഇനി ഇതിന്റെ ഡിസൈൻ, മറ്റുള്ള കാര്യങ്ങൾ നോക്കിയാൽ സൈഡൊക്കെ ഒരു ഫ്ലാറ്റ് ഡിസൈൻ ആണ്. നമുക്ക് iPhone 11 ഒക്കെ നോക്കിയാൽ ഒരു കർവ്ഡ് ആണ്. ബട്ട് ഇതിലേക്ക് വരുമ്പോൾ ഒരു ഫ്ലാറ്റ് ആണ്. നമ്മുടെ iPhone 5 ഒക്കെ കണ്ടിരുന്ന ആ ഒരു ഫ്ലാറ്റ് കട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. റിയർ സൈഡ് ഒരു മാറ്റ് ഫിനിഷ് ഒന്നുമല്ല, സാധാ ഗ്ലാസ് ആണ്. 12 പ്രോയിലും മാക്സിലും മാറ്റ് ഫിനിഷ് കിട്ടുന്നുണ്ട്. ഇത് സാധാ ഗ്ലാസ് ഡിസൈൻ തന്നെയാണ്. ക്യാമറ കട്ടൊക്കെ നോക്കിയാൽ നമുക്ക് എക്സാക്ട്ലി നമ്മുടെ iPhone 11ന്റെ ക്യാമറ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡിസൈൻ വൈസ് ശരിക്കും അതേപോലെ തന്നെയാണ്. ഫ്രണ്ടിൽ നോക്കിയാലും എഡ്ജുകളൊക്കെ കുറച്ച് തിന്നായിട്ടുണ്ട്, കുറച്ച് കട്ടി കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഓവറോൾ ലുക്ക് വൈസും iPhone 11 തന്നെയാണെന്നാണ് നമുക്ക് പെട്ടെന്ന് 12 കണ്ടാലും തോന്നുള്ളൂ. സോ ഡിസൈൻ വൈസ് കാര്യമായൊരു ചേഞ്ച് ഒന്നും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ബട്ട് അങ്ങനെ ഒരു വലിയ ഒരു മാറ്റമായിട്ടൊന്നും നമുക്കൊരു അപ്ഗ്രേഡ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു മാറ്റവും നമുക്ക് കണ്ടാൽ ഫീൽ ചെയ്യില്ല. ബട്ട് ക്വാളിറ്റി വൈസ് തീർച്ചയായിട്ടും ഉണ്ടതാണ്. അപ്പോൾ അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഡിസൈനിൽ വരുന്നത്. സോ ഓവറോൾ ഡിസൈൻ വൈസ് നല്ല സ്ട്രോങ് ആയ ഒരു അപ്ഗ്രേഡ് ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫുൾ HD ആണ്. പിന്നെ ഇതിന്റെ IP റേറ്റിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ IP68 വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. കളർ ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ, വൈറ്റ്, അങ്ങനെ പിന്നെ ഒരു പ്രൊഡക്റ്റ് റെഡ് എന്ന് പറഞ്ഞിട്ട് 5ാമത്തെ ഒരു കളർ കൂടിയുണ്ട്. സോ 4 കളർ, പിന്നെ ഒരു റെഡ് കളർ, അങ്ങനെ മൊത്തത്തിൽ 5 കളറാണ് വരുന്നത്. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് ഇതിന്റെ തിക്നെസ്സും വെയിറ്റും കുറച്ചിട്ടുണ്ട്. 7.4 mm മാത്രമാണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. വെയിറ്റ് നോക്കിയാൽ 162 ഗ്രാം ആണ്. സോ iPhone 11േക്കാൾ ലൈറ്റ് വെയിറ്റ് ആണ്, കംഫർട്ടബിൾ ആണ് ഹോൾഡ് ചെയ്യാൻ. സോ കുറെ കൂടി കംഫർട്ടബിൾ ആയ രീതിയിൽ ഇതിന്റെ വെയിറ്റും തിക്നെസ്സും ഒക്കെ അവർ മാറ്റിയിട്ടുണ്ട്. സോ ഓവറോൾ ഡിസൈൻ വൈസും നല്ലൊരു അപ്ഗ്രേഡ് ആയിട്ടാണ് എനിക്ക് iPhone 12 ഫീൽ ചെയ്യുന്നത്. ഇനി ഇതിന്റെ പെർഫോമൻസ് നോക്കിയാൽ A14 ബയോണിക് ചിപ്സെറ്റ് ആണ്. A13േക്കാൾ നല്ല ഒരു ഇംപ്രൂവ്ഡ് ആയ ചിപ്സെറ്റ് ആണെന്നാണ് പറയുന്നത്. ഓവറോൾ CPU പെർഫോമൻസ് ഒക്കെ നോക്കിയാൽ 50% വരെ ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ മറ്റുള്ള കാര്യങ്ങൾ GPU നോക്കിയാലും, അതേപോലെ മെഷീൻ ലേണിംഗ് നോക്കിയാലും, NPU നോക്കിയാലും 80% ന്യൂറൽ പ്രോസസിംഗ് ഡിപ്പാർട്ട്മെന്റ് അത് 80% ഒക്കെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ ഒരു വേറെ ലെവൽ പെർഫോമൻസ് ആയിരിക്കും നമുക്ക് ഇതിൽ കിട്ടുക എന്നാണ് പറയപ്പെടുന്നത്. സോ പെർഫോമൻസ് വൈസ് എന്തായാലും ഓരോ ജനറേഷൻ വരുമ്പോഴും അവർ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാറുണ്ട്. സോ A14 ബയോണിക് ചിപ്സെറ്റ് നമുക്ക് ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് തരുമെന്ന് പ്രതീക്ഷിക്കാം. ഓവറോൾ ഗ്രേറ്റ് ഇംപ്രൂവ്മെന്റ് ആണ്. A14 ബയോണിക് ചിപ്സെറ്റുമായിട്ടാണ് ഈ ഫോണുകളെല്ലാം വരുന്നത്. സോ പെർഫോമൻസിൽ നെക്സ്റ്റ് ലെവലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 12 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും 12 മെഗാപിക്സലിന്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറയുമാണ് iPhone 12 വരുന്നത്. 12 മിനിയിലും അത് തന്നെയാണ് സെറ്റപ്പ്. 12 വരുന്നത് ഈ ഒരു സെറ്റപ്പ് ആണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ iPhone 11ന്റെ സെറ്റപ്പ് തന്നെയാണ്. ബട്ട് ക്വാളിറ്റി ഓവറോൾ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. മെയിൻ ആയിട്ടും ഇവിടെ ഒരു മേജറായ ഘടകം വരുന്നത് ഇത് ഡോൾബി വിഷൻ വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ എന്താണെന്ന് കൺഫ്യൂഷൻ ആവണ്ട. നമുക്ക് ഓൾറെഡി ടിവിയിലും മറ്റും ഫോണുകളിലൊക്കെ ഇപ്പോൾ HDR10 ഒരു വേറെ ലെവൽ ക്വാളിറ്റി നമുക്ക് വീഡിയോകളിൽ കാണാൻ സാധിക്കും. HDR10 വീഡിയോസ് ഒക്കെ അത് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവും. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ക്വാളിറ്റി ആയിരിക്കും നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുക. അതിൻ്റെയും അടുത്ത ലെവലാണ് ഡോൾബി വിഷൻ എന്ന് പറയുന്നത്.
അതിനേക്കാൾ ക്വാളിറ്റി കൂടിയ ഒരു സെറ്റപ്പാണ് ഡോൾബി വിഷൻ. അപ്പോൾ HDR 10ന്റെ ഒക്കെ HDR-ന്റെ ഒക്കെ ഒരു വേറെ ലെവൽ 4K ഒരു റെസൊല്യൂഷൻ ഷൂട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. സോ ഒരു മാക്സിമം ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു ഫോണിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ കിട്ടുക. ഇതിനകത്ത് ഈ ഡോൾബി വിഷൻ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് 4K HDR ഡോൾബി വിഷൻ എന്ന് പറയുന്നത് 60 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് പ്രോ മാക്സ് എന്നീ മോഡലുകളിൽ സാധിക്കും. ഇതിലേക്ക് 12 മിനിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഡോൾബി വിഷൻ വീഡിയോ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് 30 ഫ്രെയിം പെർ സെക്കൻഡേ സാധിക്കുള്ളൂ. ബട്ട് അത് തന്നെയും ഒരു ഗംഭീര അപ്ഗ്രേഡ് ആണ്. ഒരു ഫോണിൽ ഈ ഡോൾബി വിഷൻ ക്വാളിറ്റി ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ അത് വേറെ ലെവൽ തന്നെയാണ്. പക്ഷെ അതിന്റെ റിയൽ വേൾഡ് ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് ക്യാമറ റിവ്യൂസ് ഒക്കെ വന്നു തുടങ്ങുമ്പോഴേ നമുക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ബട്ട് ഓൺ പേപ്പർ സ്പെക് വൈസ് ഒരു കിഡിലൻ ഒരു ഫീച്ചറാണ് അതിന്റെ ക്യാമറയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 108 മെഗാ പിക്സലൊന്നും 64 മെഗാ പിക്സലൊന്നും പോയിട്ടില്ല. പകരം അവരുള്ളതിൽ ഗംഭീര ക്വാളിറ്റി കൊണ്ടുവരാനാണ് ശ്രമിച്ചിരിക്കുന്നത്. എനിക്കതൊരു നല്ല തീരുമാനമായിട്ടാണ് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യണം. ഈ ഡോൾബി വിഷൻ എന്നൊക്കെ പറയുന്ന ഒരു വേറെ ലെവൽ വീഡിയോ ക്വാളിറ്റി വരുമ്പോൾ നിങ്ങൾക്ക് അത് മതിയോ അതോ കുറെ കൂടിയ മെഗാ പിക്സൽ 64 108 വേണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റായിട്ട് ഷെയർ ചെയ്യും. സോ ഇതിന്റെ ക്യാമറയിൽ ഇത്തരത്തിലുള്ള വലിയ വ്യത്യസ്തമായ ഒരു പവർഫുൾ ആയ ഒരു സെറ്റപ്പ് വരുന്നുണ്ട്. പിന്നെ ഒപ്റ്റിക്കൽ സൂം, ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും 4K ഷൂട്ടിംഗ്, എല്ലാ കാര്യങ്ങളും 4K ഡോൾബി വിഷൻ ഒക്കെ ഫ്രണ്ടിൽ ഓവറോൾ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിനകത്ത് സെയിം ആയിട്ട് എല്ലാ ക്യാമറയിലും അവൈലബിൾ ആണ്. ക്യാമറയുടെ ചെറിയ സ്പെക്ക് ഒക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. വേണമെങ്കിൽ വിശദമായിട്ട് വായിച്ച് നോക്കി മനസ്സിലാക്കാം. ഞാൻ മെയിൻ ആയിട്ടുള്ള ഘടകം മാത്രമാണ് പറയുന്നത്. ഇത് തന്നെ ഈ ഒറ്റ മെയിൻ ഘടകം കൊണ്ട് തന്നെ ഇതുവരെ ഇറങ്ങിയ സീരീസിൽ നിന്നും ഈ ഒരു ഫോൺ തീർത്തും വ്യത്യസ്തമായ ഒരു ഫോണായിട്ട് മാറുന്നുണ്ട്. സോ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു പറയാം. ക്വാളിറ്റി നമുക്ക് റിവ്യൂവിൽ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ അതാണ് ഇതിന്റെ ക്യാമറ സെറ്റപ്പ്. ഇനി ഇതിന്റെ ബാറ്ററി ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ 17 hours ആണ് അവർ ഇതിന് iPhone 11 ഒക്കെ ബാറ്ററി ലൈഫ് പറഞ്ഞിരുന്നത്. അതേ 17 hours തന്നെയാണ് iPhone 12 ബാറ്ററി ലൈഫ് പറയുന്നത്. സോ അവർ MAH ഒന്നും പറയാറില്ല, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത് ഞാൻ. സോ ഒരു ഡീസന്റ് ആയ ഒരു നോർമൽ ഡേ കഴിഞ്ഞു പോകാനുള്ള ഒരു ബാറ്ററി ലൈഫ് അതിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി ഇതിന്റെ ചാർജിങ് ടൈം നോക്കിക്കഴിഞ്ഞാൽ വയർലെസ് ചാർജിങ്, മാഗ്നറ്റിക് ചാർജിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുള്ള ചാർജറൊക്കെ അവരുടെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നോർമലി വയർലെസ് ചാർജിംഗ് ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. 15 വാട്ടാണ് അതിന്റെ സ്പീഡ് അവർ പറയുന്നത്. 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് വയർലെസ്സിൽ സപ്പോർട്ട് ചെയ്യുന്നത്. വയേർഡ് ആണെങ്കിൽ 20 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുക. 20 കൂടുതൽ സപ്പോർട്ട് ചെയ്യും. പക്ഷെ എന്ത് തന്നെ ആയാലും ചാർജർ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. കേബിൾ മാത്രമേ ഇവർ തരുള്ളൂ. ഓൾറെഡി നമുക്ക് മുമ്പ് അറിയാം iPhone 11 ഇറങ്ങിയപ്പോൾ 5 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് വെച്ചത് ഇത്തിരി ഡിസപ്പോയിന്റിംഗ് ആയിട്ട് എല്ലാവരും തന്നെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നിയിരുന്നു ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കുന്നത് വെറും 5 വാട്ടിന്റെ ചാർജ് വെക്കുക എന്ന് പറയുന്നത് ഇത്തിരി നെഗറ്റീവായിട്ട് എല്ലാവർക്കും തോന്നിയൊരു കാര്യമാണ്. ഇത്തവണ പക്ഷേ അങ്ങനെ കുറ്റപ്പെടുത്താൻ ആപ്പിൾ ആർക്കും അവസരം കൊടുക്കുന്നില്ല. കാരണം ഒരു ചാർജറും തരുന്നില്ല. കുറവ് തന്നാലേ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് അവർ മൊത്തമായിട്ട് അങ്ങ് മാറ്റി കളഞ്ഞു. ചാർജറേ ഇല്ല. അത് അവർ പറയുന്നത് ഓൾറെഡി 2 ബില്യണിലധികം അവരുടെ ആപ്പിൾ ചാർജറുകൾ പുറത്തുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ എല്ലാവരും കൂടി ചാർജ് ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. എന്തായാലും അതിന്റെ ഒരു ബേസിക് ആയിട്ട് നല്ല വശം കൂടി അവർ പറയുന്നുണ്ട്. കാർബണിന്റെ ഒക്കെ യൂസേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ചാർജറുകൾ അങ്ങോട്ട് ഒഴിവാക്കുകയാണ്. വയർലെസ് ചാർജിങ് എല്ലാവരും ഉപയോഗിക്കട്ടെ എന്നായിരിക്കാം ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നല്ല കാര്യം തന്നെയാണ് ഒരു വശത്ത് നോക്കുമ്പോൾ. പക്ഷേ ഈ 85,000 രൂപയാണ് ഇതിന്റെ ഒരു iPhone 12 പ്രൈസ് പറയുന്നത്. ഈ പ്രൈസിന് ഒരു ഫോൺ തരുമ്പോൾ ഒരു ചാർജർ കൂടി തരാമായിരുന്നു എന്നാണ് പേഴ്സണലി തോന്നുന്നത്. ബട്ട് അതിന്റെ നല്ല വശങ്ങൾ ചിന്തിക്കുമ്പോൾ നല്ലതായിട്ടും തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ iPhone 12 ഇതാണ്. 12 മിനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വ്യത്യാസം എന്ന് പറയുന്നത് സൈസ് 5.4 ഇഞ്ച് വരുന്നുള്ളൂ, 6.1 ഇല്ല. അത്രയുമാണ് ഒരു ഡിഫറൻസ്. പിന്നെ വെയിറ്റ് 133 ഗ്രാം മാത്രമാണ് വെയിറ്റ് വരുന്നുള്ളൂ. സോ അതാണ് iPhone 12 മിനിയിലേക്ക് വരുമ്പോൾ ഡിഫറൻസ്. സോ നമുക്ക് ഇതിന്റെ പ്രൈസും കൂടി നോക്കിയിട്ട് പ്രോ മാക്സിന്റെ കാര്യം പറയാം. iPhone 12 മിനിയിലേക്ക് വരുമ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് 64 GB 70,000 രൂപയാണ്, 128 GB 75,000, 256 GB 85,000. ഇനി നമുക്ക് iPhone 12 പ്രൈസ് നോക്കിയാൽ 64 GB 80,000 രൂപയാണ്, 128 GB 85,000, 256 GB 95,000. ഇത്രയുമാണ് ഇതിന്റെ പ്രൈസിങ്. സോ കുഴപ്പമില്ലാത്തൊരു പ്രൈസിങ് അല്ലേ? അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യാം. ഈ iPhone 12 വരുമ്പോൾ ഈ ഒരു പ്രൈസിങ് 85,000 എന്ന് പറയുന്നത് 11 അപേക്ഷിച്ച് ഇത്തിരി അപ്ഗ്രേഡ് ഒക്കെ ഉണ്ട്, നല്ല അപ്ഗ്രേഡുകളുണ്ട്. അതുകൊണ്ട് തന്നെ അത് തീർച്ചയായിട്ടും ആക്സെപ്റ്റബിൾ ആയ ഒരു പ്രൈസ് ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. കുഴപ്പമില്ല, ആപ്പിൾ ഡിവൈസ് എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല കുഴപ്പമില്ലാത്ത ഡീസന്റ് അപ്ഗ്രേഡും ഒരു ഡീസന്റ് പ്രൈസിങ്ങുമായിട്ട് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി അടുത്ത ഫോണുകൾ 12 Pro Max, ആ ഫോണുകളുടെ കാര്യം എങ്ങനെയുണ്ട്? അതിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് iPhone 12 Pro നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ സംവിധാനത്തിലാണ് വരുന്നത്. അതായത് നമ്മൾ നേരത്തെ കണ്ട അലുമിനിയം അല്ല, ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലും കാര്യങ്ങളൊക്കെയാണ്. റിയർ സൈഡ് മാറ്റ് ഫിനിഷ് ആണ്. അങ്ങനെ ഡിസൈനിന്റെ ഭാഗത്ത് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. സ്ക്രീൻ സൈസ് പ്രോയിലാണെങ്കിൽ 6.1 തന്നെയാണ്, പ്രോ മാക്സിലാകുമ്പോൾ 6.7 ഇഞ്ച് വരുന്നുണ്ട്. സോ അതിൻ്റെതായ വെയിറ്റും തിക്നെസ്സും ഒക്കെ കൂടുതലും കാണും. ഇനി ഇതിന്റെ വെയിറ്റ് നോക്കിയാൽ iPhone 12 Proയുടെ വെയിറ്റ് 187 ഗ്രാം ആണ്, 226 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട് iPhone 12 Pro Maxന്. മാക്സ് തീർച്ചയായിട്ടും 3 വെയിറ്റ് കൂടിയ ഫോണാണ്. പക്ഷെ തിക്നെസ് എല്ലാത്തിനും 7.4 mm തന്നെയാണ്. സോ സ്ലിം ആയ ഫോണാണ്, ബട്ട് വെയിറ്റ് കൂടിയ ഫോണാണ് പ്രോയും പ്രോ മാക്സും ഒക്കെ. അപ്പോൾ അതിന്റെ സ്ക്രീൻ സൈസും കൂടി കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് ഓക്കെ എന്ന് വിചാരിക്കാം. സോ ഓവറോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈനിലെ കാര്യങ്ങൾ. ക്യാമറയിൽ ഡിഫറൻസ് ഉണ്ട്, ഒരു എക്സ്ട്രാ ടെലിഫോട്ടോ ലെൻസ് കൂടി വരുന്നുണ്ട്. അതേപോലെ ലൈഡാർ സംവിധാനവും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ലൈഡാർ എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്.
സംഗതി വേറെ ഒന്നുമല്ല, നമുക്ക് നൈറ്റ് ആണെങ്കിലും ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ആ ഒബ്ജക്റ്റിന്റെ ലെങ്ത്തും കാര്യങ്ങളും വിഡ്ത്തും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ക്യാമറയ്ക്ക് ആ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് മനസ്സിലാവാൻ പാകത്തിന് അളന്നെടുക്കാനുള്ള ഒരു സംവിധാനമാണ് ലൈഡാർ ടെക്നോളജി. ഇതിനെക്കുറിച്ച് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഒരു ത്രിമാന രൂപങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി കുറെ കൂടി നല്ല രീതിയിൽ, പ്രത്യേകിച്ചും ലോ ലൈറ്റിലൊക്കെ വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇമേജ് എടുക്കുമ്പോൾ കൃത്യമായിട്ടൊരു ഡെപ്ത് ഇഫക്റ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലൈഡാർ ടെക്നോളജി ക്യാമറയെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ സഹായിക്കാൻ പോകുന്നുണ്ട്. അതിന്റെ എഫക്റ്റ് ഒക്കെ നമുക്ക് അതിന്റെ ക്യാമറ റിവ്യൂലേക്ക് കാണാൻ പറ്റുള്ളൂ. സോ എന്തായാലും ഇതാണ് ഇതിന്റെ ക്യാമറ സെറ്റപ്പ്. 12 മെഗാ പിക്സൽ മെയിൻ ക്യാമറ, വൈഡ് ആംഗിൾ ക്യാമറ, അതേപോലെ ടെലിഫോട്ടോ ലെൻസ്, പിന്നെ ലൈഡാർ ടെക്നോളജി. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡോൾബി വിഷൻ വീഡിയോ റെക്കോർഡിംഗ് പോസിബിൾ ആണ്. അതും 4K 60 ഫ്രെയിം പെർ സെക്കൻഡിൽ തന്നെ അത് പോസിബിൾ ആണെന്നുള്ളതാണ്. സോ അങ്ങനെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ക്യാമറ സ്പെക്ക്. ബാക്കിയുള്ള ക്യാമറ സ്പെക്ക് ഒക്കെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ വേണമെങ്കിൽ പൗസ് ചെയ്തിട്ട് വായിച്ചു നോക്കാം. അപ്പോൾ എന്തായാലും മെയിൻ ആയിട്ടുള്ള ഘടകമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയാണ് iPhone 12 Pro Max എന്നീ ഫോണിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. വിലയിൽ കാര്യമായ ഡിഫറൻസ് ഉണ്ട്. നമുക്കൊന്ന് നോക്കാം. iPhone 12 Proയിലേക്ക് വരുമ്പോൾ 128 GB 1,20,000 രൂപയാണ് പ്രൈസ് പറയുന്നത്. 256 GB 1,30,000 രൂപയാണ്. 512 GB 1,50,000 രൂപയാണ്. പ്രോ മാക്സിലേക്ക് വന്നാൽ 128 GB 1,30,000 രൂപയാണ്. 256 GB 1,40,000 രൂപയാണ്. 512 GB 1,60,000 രൂപയാണ്. സോ ഈ പ്രൈസിങ് കാണുമ്പോൾ iPhone 12 എനിക്ക് 85,000 രൂപയ്ക്ക് ഡീസൻ്റ് ആയ ഒരു ഓപ്ഷനായിട്ട് തോന്നുന്നുണ്ട്. മറ്റുള്ളത് ഈ ഒരു പ്രൈസ് ഡിഫറൻസിനുള്ള ഒരു ഗുണം അല്ലെങ്കിൽ അതിനുള്ളൊരു പ്രത്യേക ഫീച്ചറുകൾ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് അങ്ങോട്ട് തോന്നിയില്ല എന്നുള്ളതാണ് വാസ്തവം. 85,000 രൂപയ്ക്ക് iPhone 12 എന്തായാലും ഒരു നല്ല ഓപ്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ iPhone 11 എടുത്തവർ 12ലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം വേറെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ iPhone 12 സീരീസിന്റെ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.